CR നീലകണ്ഠൻ എന്നിവർ നമ്മളോടൊപ്പം തുടരുന്നു. അഡ്വക്കേറ്റ് സുരേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ ഫലം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങളുടെ എ ക്ലാസ് മണ്ഡലമെന്ന് നിങ്ങൾ പരിഗണിച്ച വിജയപ്രതീക്ഷ വാനോളം ഉയർന്നു നിന്ന പാലക്കാട്ട് നിങ്ങൾക്ക് അടിതെറ്റി എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്വാധീന മേഖലയായ നഗരമേഖലകളിൽ പോലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആകെ ഗുണമുണ്ടായത് ചേലക്കരയിൽ ഒരല്പം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. എന്താണ് BJPയുടെ ഈ തിരിച്ചടിക്ക് കാരണം? UDF BJPയുടെ അടിവേര് മാന്തിയെന്നും അതിന്റെ കാരണക്കാരൻ കെ സുരേന്ദ്രനാണെന്നും സുരേന്ദ്രൻ രാജിവെക്കാതെ BJP രക്ഷപ്പെടില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ ഇടം വിട്ടു പോയ ആളാണ്, അതുകൊണ്ട് പറയുന്നു എന്ന് പറയാം. പക്ഷേ BJPക്ക് അകത്ത് തന്നെ ഇപ്പോൾ ശിവരാജനൊക്കെ പറയുന്നത് സ്ഥാനാർത്ഥി മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു BJPയുടെ അവസ്ഥ എന്നാണ്. അപ്പോൾ ജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതടക്കം ഈ കാര്യങ്ങളിൽ വലിയ പാളിച്ച BJPക്ക് പറ്റി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമല്ലേ? വില കൊടുക്കേണ്ടി വരില്ലേ കെ സുരേന്ദ്രന്? ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. എനിക്ക് മറ്റുള്ളവർക്ക് നൽകിയതുപോലെ സമയം നൽകിയാൽ മാത്രമേ, അത്ര വേണമെന്നില്ല, സമയം നൽകിയാൽ മതി. ഒന്ന്, BJPക്ക് ആണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് അത് യുക്തിസഹമല്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാലക്കാട്ടേക്ക് വരാം, അതിനിടയിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പാലക്കാട്ടേക്ക് വരാം. ഒന്ന്, ചേലക്കര അങ്ങ് ഉദ്ദേശിച്ചതുപോലെ കേവലം തുച്ഛമായ വോട്ടുകളുടെ മുന്നോട്ട് വരവല്ല ഉണ്ടായിട്ടുള്ളത്. ചേലക്കരയിൽ BJPക്ക് 10,000-ഓളം വോട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. 6.5% വോട്ടാണ് ചേലക്കരയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ആ ചേലക്കരയിൽ 24,000-ൽ നിന്ന് ഈ തലത്തിലേക്ക് വോട്ട് ഉയരുമ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. അവിടെ വളരെ ഇന്ന് ഞങ്ങളുടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയിൽ BJPക്ക് വോട്ട് വർദ്ധിക്കാറില്ല. അങ്ങനെ വർദ്ധിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര വർദ്ധിച്ചിട്ടുണ്ട്, അരുവിക്കര വർദ്ധിച്ചിട്ടുണ്ട്, കോന്നിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് ചേലക്കരയിലും 38 വർഷത്തോളം ഇടതുപക്ഷത്തിൻ്റെ അധീനതയിലായിരുന്ന ചേലക്കരയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായിട്ട് രേഖപ്പെടുത്തുവാൻ സാധിച്ചത് UDFനേക്കാൾ BJP ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് BJPക്ക് മാത്രമാണ്. BJPക്കാണ് ഏകദേശം 10,000 വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. അവിടുത്തെ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥിക്ക് 5,000 വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ. അവിടുത്തെ ജയിച്ച LDFന് 18,000 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗണ്യമായ മുൻതൂക്കം ഉണ്ടായത് BJPക്കാണ് പഴയ തെരഞ്ഞെടുപ്പിൽ നിന്ന്. അതുകൊണ്ട് ചേലക്കരയിൽ ഞങ്ങൾ വളരെ അഭിമാനകരമായി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയ ഒരു മണ്ഡലം ചേലക്കരയാണ്. അത് ആദ്യം ഈ പരാജയത്തിനിടയിലുള്ള വെള്ളിച്ചോ ഞാൻ പറയുന്നത്. രണ്ടാമത്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വന്നു, മത്സരിച്ചു, ജയിച്ചു, പോയി. ഇന്ന് 5 മണിവരെ പത്രക്കാർ അവരുടെ ചുറ്റും നടന്നു, അവരുടെ വീടും പരിസരവും ഒക്കെ കറങ്ങി. ആരെങ്കിലും ഒരാളിനെ ഒരു നന്ദി പറയാൻ കിട്ടുമോ എന്ന്. അവസാനം ഭർത്താവിനെ വിളിച്ച് വയനാട്ടുകാർക്ക് നന്ദി പറയിപ്പിക്കുന്ന ഗതികേട് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായി. ഈ കേരളത്തിലെ ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന സമീപനമായിരുന്നു 5 മണിവരെ പ്രിയങ്ക ഗാന്ധി എടുത്തത്. അവസാനം വന്ന് 2 വാക്ക് പറഞ്ഞു പോയി. ഇനി ഇങ്ങോട്ട് വരുമോ ഇല്ലേത് കണ്ടറിയാം. എന്തായാലും ശരി, പ്രിയങ്ക ജയിച്ചു. അവിടെ മത്സരിച്ചത് BJPയുടെ ഒരു സാധാരണ പ്രവർത്തകയാണ്. ഒരു കോർപ്പറേഷൻ കൗൺസിലർ മാത്രമായിട്ടുള്ള നവ്യ ഹരിദാസ് അവിടെ മത്സരിച്ചു. അവിടെ ശ്രീ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കേവലം 1% വോട്ട് മാത്രമേ ആ നവ്യ ഹരിദാസിന് അവിടെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 5% വോട്ട് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുമ്പോഴും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഗണ്യമായി ഏകദേശം 70,000 വോട്ട് ഗണ്യമായി കുറയുമ്പോഴും മുമ്പ് 3.5 ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ചിരുന്ന സത്യൻ മുഖേരി ഇപ്പോൾ അവിടെ 2 ലക്ഷം വോട്ടിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോഴും BJPക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിനോട് അടുത്ത് BJPയുടെ വോട്ട് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും ചെറിയ കാര്യമല്ല. അതും BJPയുടെ ഒരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. ഇനി അടുത്ത പാലക്കാട്ടേക്ക് വരാം. നമുക്ക് പാലക്കാട് ശരിയാണ്, ഞങ്ങളുടെ കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റ് അല്ല അത്. ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിച്ചൊരു സീറ്റാണ്. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തനവും നടത്തിയെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 10,000-ഓളം വോട്ട് ഇപ്പോൾ കുറഞ്ഞു. പക്ഷെ അതിൻ്റെ അർത്ഥം BJPയുടെ അങ്ങ് പറഞ്ഞതുപോലെ അടിസ്ഥാനം മുഴുവൻ പോയി, അടിവാരം തോണ്ടിക്കൊണ്ടുപോയി എന്നല്ല.
കാരണം BJPക്ക് 2021 54,000 വോട്ട് അവിടെ കിട്ടിയിട്ടുള്ളത്. ആ 54,000 വോട്ട് അവിടെ കിട്ടുമ്പോൾ അവിടുത്തെ പോളിങ്ങും ഇപ്പോഴത്തെ ഉള്ളതിനേക്കാൾ ഏകദേശം 5,000-ലേറെ വോട്ട് പോളിങ് കൂടിയിരുന്നു. ആ സമയത്ത് ഈ UDFന് അവിടെ നിരന്തരമായിട്ടുള്ളത് ഏകദേശം 57,000 വോട്ട് UDFന് നിരന്തരമായിട്ടുണ്ട്. 58,000 വോട്ടുണ്ട്. അതിൽ നിന്ന് 4,000 വോട്ട് UDFന് താഴോട്ട് പോയി. LDFന് അവിടെ 38,000 വോട്ടുണ്ട്. അതിൽ നിന്ന് 2,000 വോട്ട് LDFൻ്റെ താഴെ പോയി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയ 5,000 വോട്ടും LDFിൽ നിന്ന് പോയ 2,000 വോട്ടും കൂടിയ 5,000-ഓളം വോട്ടും കൂടെ ചേരുമ്പോൾ അവിടെ ലോകപ്രശസ്തനായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മെട്രോമാന് 10,000 വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ BJPയുടെ അടിസ്ഥാന വോട്ടായിട്ടുള്ള 39,000, 38,000 വോട്ടിൽ നിന്ന് 10,000 വോട്ട് മെട്രോമാന് കൂടുതൽ കിട്ടി എന്നതൊഴിച്ചാൽ BJPക്ക് പാലക്കാട്ടെ അടിസ്ഥാന വോട്ട് ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ല അഡ്വക്കേറ്റ് സുരേഷ്, ഇല്ല. ഇനി ഞാൻ ഒരു മിനിറ്റ് ഒറ്റ കാര്യം അഡ്വക്കേറ്റ് സുരേഷ്, ഞാൻ ഇതുവരെ താങ്കളെ ഇടപെടാതെ നിൽക്കുകയായിരുന്നു. അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞു BJPയുടെ അടിസ്ഥാനം ഇളകിയിട്ടില്ല അല്ലെങ്കിൽ അടിത്തറ ഇളകിയിട്ടില്ല എന്ന്. മേൽക്കൂരയാണ് ഇളകിപ്പോയത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജനാണ്. അവിടെ താങ്കൾ പറഞ്ഞ നഗരമേഖലയിൽ, അതായത് BJPക്ക് സ്വാധീനമുള്ള നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ആരാണ് കാരണക്കാർ? BJP A ക്ലാസ് മണ്ഡലമായി പരിഗണിച്ച പാലക്കാട് നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ, അതിനൊപ്പം നിങ്ങൾക്കെതിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ, പിന്നീട് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കണക്കുകൾ വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ BJP തന്നെ ഈ കൃഷ്ണകുമാറിൻ്റെ വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നെങ്കിൽ നിങ്ങൾ പറയണം BJPക്ക് അകത്തുള്ള തമ്മിലടി, സംഘടനാ തലത്തിലുള്ള പിഴവുകൾ അവിടുത്തെ ഈ വലിയ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് നേതൃത്വം സമ്മതിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ഞങ്ങൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന ഒരു വെറും വാക്കുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല BJPക്ക് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. അത് പറയുന്നത് ഈ പുറത്തു നിന്ന് ആരെങ്കിലുമല്ല, മറ്റ് മുന്നണികളിൽ നിന്നുള്ള ആളുകളല്ല, നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ സംഘടനാപരമായ പ്രശ്നമുണ്ടായോ എന്ന് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇവിടെ N. ശിവരാജൻ പറയുന്നു ഞാനാണെങ്കിൽ മാറിക്കൊടുത്തേൻ. അവിടെ സാധ്യതയുള്ള ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ, V. മുരളീധരനെ പോലെ, അല്ലെങ്കിൽ K. സുരേന്ദ്രനെ പോലെ ഒരാളാണ് അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കകത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തൽ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ എന്തിനാണ് താങ്കൾ വൈമുഖ്യം കാണിക്കുന്നത്? അല്ല, സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടതും അത് ചാനലുകളിലല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തുറന്ന് സമ്മതിക്കാനും ചാനലുകളിൽ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, അങ്ങ് ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ചതുപോലെ പാർട്ടിക്ക് പരാജയമുണ്ടായിട്ടുണ്ട്, പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല. ഇനി നഗരത്തിലാണോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലാണോ, നഗരത്തിലാണെങ്കിൽ തന്നെ ഏതൊക്കെ ബൂത്തുകളിൽ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ടതാണ്. ചില ആൾക്കാർ പറഞ്ഞു മൂത്താന്തറയിൽ ഒരു വോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെയാണ് കുറഞ്ഞത്? സ്വാഭാവികമായിട്ട് ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ വിലയിരുത്തും. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പ്രവർത്തകരുടെ പാർട്ടിയാണ്. പ്രവർത്തകരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിജയം മുഴുവൻ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നേതാക്കന്മാർക്കാണ്. ആ നേതാക്കന്മാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആത്മപരിശോധന നടത്തും, ആത്മവിമർശനം നടത്തും, പരിഹരിക്കേണ്ടത് പരിഹരിക്കും. അത് പരിഹരിച്ച് തന്നെ BJP മുന്നോട്ട് പോകും. സുരേഷ്, രണ്ടാം